എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണക്കക്കപ്പയും മുതിരയും വെച്ചിട്ടൊരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഒരു കോമ്പിനേഷനാണ് കപ്പ മുതിര പുഴുക്ക്. ഒരു 1/4 കിലോ മുതിര ആദ്യം തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നിറം മാറി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചിടാം. 1/2 കിലോ കപ്പ, നന്നായി ഉണങ്ങിയ കപ്പ 6-7 മണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചിടാം. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് വെള്ളം ഒഴിച്ചിടുന്നത്, വൈകിട്ടത്തേക്ക് പുഴുക്കിന് വേണ്ടിയിട്ടാണ്. മുതിര ചൂടാറി അതിലും വെള്ളം ഒഴിച്ചിട്ടു. വൈകിട്ടായി. കപ്പ എന്തായെന്ന് നോക്കാം. കപ്പയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒടിയണ ഭാഗമാണ്. കപ്പ കുതിർന്നോ എന്നറിയുന്നതിന് വേണ്ടി ഇതുപോലെ ഒടിച്ച് നോക്കിയാൽ മതി. കപ്പയെല്ലാം കുതിർന്ന് കഴിഞ്ഞു. ഇനി നമുക്കൊരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ 1 മണിക്കൂറോളം വേവിക്കേണ്ടി വരും. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. വെള്ളം തിളച്ച് കഴിയുമ്പോൾ കപ്പ ഇടുക. മൂടി വെക്കാതെ തിളപ്പിച്ച് ഊറ്റിക്കളയണം. കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കപ്പ തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞു. അതേസമയം തന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 2 സ്റ്റീം വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ വെള്ളവും ഊറ്റിക്കളയാനുള്ളതാണ്. ഈ കല്ലും ഇതൊക്കെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ മുതിരയാണ്. നന്നായി കുതിർന്നു വന്നു. അത് വേറൊരു കുക്കറിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാം. നകക്ക വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നല്ല വേവുള്ളതാണ് മുതിരയ്ക്ക്. രണ്ടും വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങ, 10 ചുമന്നുള്ളിയല്ലി, 8 വെളുത്തുള്ളിയല്ലി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. അതിനുശേഷം തേങ്ങയും ബാക്കി പൊടികളും ചേർക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുത്തു. ഇനി കപ്പ സ്റ്റീമൊക്കെ പോയി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളവും ഊറ്റിക്കളയണം. ഇനി ഒരു ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ 4 ചുമന്നുള്ളി അരിഞ്ഞതും 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിക്കുക. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളിൽ പ്രസ് ചെയ്ത് ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. കറിവേപ്പിലയും ചേർത്തു. കുറച്ച് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കടുവറക്കണം എന്നില്ലാത്തവർക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഒതുക്കി വെച്ച തേങ്ങയും മുളകും എല്ലാം കൂടി ഒന്ന് ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ഉണക്കക്കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി മുതിര വേവിച്ച് വെച്ചത്, മുതിരയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മുതിര വെന്ത വെള്ളം കളയരുത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. മുതിര വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. ധാരാളം ഫൈബറും പ്രോട്ടീനും അയണൊക്കെ ഉള്ളതാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഉടച്ചു കൊടുക്കാം. കപ്പയും മുതിരയും അരപ്പും എല്ലാം കൂടെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായി ഒന്ന് ഉടച്ച് കുഴച്ചെടുക്കാം. ഗാർണിഷ് ചെയ്യാം. ഇനി വാഴയിലയിലേക്ക് വിളമ്പാം. ചൂടോടുകൂടി വാഴയിലയിൽ വിളമ്പുമ്പോൾ വാഴയിലയുടെ ഗുണങ്ങളും കൂടി കിട്ടും. വാഴയിലയിൽ വിളമ്പി ഉണക്കക്കപ്പ മുതിര പുഴുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.